ഞാൻ ഇതിനു മുൻപ് ലാലേട്ടൻ പാടിയ സിനിമാ പാട്ടുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്. കണ്ട എല്ലാവർക്കും നന്ദി. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സിനിമ പാട്ടുകളല്ലാതെ അദ്ദേഹം കുറച്ച് ഓണപ്പാട്ടുകളും ആൽബം സോങ്സും ഡിവോഷണൽ സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് ഈ വീഡിയോ. 1992 രഞ്ജിനി കാസറ്റ്സ് പുറത്തിറക്കിയ ഓണത്തപ്പൻ എന്ന കാസറ്റിന് വേണ്ടിയാണ് ലാലേട്ടൻ ആദ്യമായി സിനിമയിൽ അല്ലാതെ പാടുന്നത്. 3 പാട്ടുകൾ ഈ കാസറ്റിന് വേണ്ടി പാടിയിട്ടുണ്ട്. ഈ കാസറ്റിലെ എല്ലാ പാട്ടുകൾക്കും വരികൾ എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്. 3 സംഗീത സംവിധായകർ മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. പൂക്കച്ച മഞ്ഞക്കച്ച എന്ന് തുടങ്ങുന്ന പാട്ടാണ് ആദ്യം. തേന്മാവിൻ കൊമ്പത്ത് പോലുള്ള ഹിറ്റ് സിനിമകൾക്ക് സംഗീതം കൊടുത്തിട്ടുള്ള ബേണി ഇഗ്നീഷ്യസ് ആണ് ഇതിന്റെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. തിത്തൈ തിത്തൈ താളം എന്ന് തുടങ്ങുന്ന പാട്ടാണ് അടുത്തത്. ഇതിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് MG ശ്രീകുമാറാണ്. അടുത്തത് MG ശ്രീകുമാറായിട്ട് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ഇതിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് MG രാധാകൃഷ്ണനാണ്. പിന്നീട് ലാലേട്ടൻ പാടുന്നത് 1998 സോണി മ്യൂസിക് പുറത്തിറക്കിയ ചിങ്ങപ്പൂവ് എന്ന കാസറ്റിന് വേണ്ടിയാണ്. ഈ കാസറ്റിൽ 2 പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഈ പാട്ടിൽ ലാലേട്ടന്റെ കൂടെ പാടിയിരിക്കുന്നത് മഞ്ജു വാര്യരാണ്. ഈ പാട്ട് ഇപ്പൊ കേട്ട് കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് ഒക്കെ തോന്നുന്ന പാട്ടാണ്. കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കണം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം നൽകിയിരിക്കുന്നത് ബേണി ഇഗ്നീഷ്യസ് ആണ്. അടുത്ത ഗാനം ഇതേ കാസറ്റിലെ തന്നെ പാലമരച്ചോട്ടിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം നൽകിയിരിക്കുന്നത് ബേണി ഇഗ്നീഷ്യസ് ആണ്. ഈ കാസറ്റിൽ ചിങ്ങം വന്നേ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് മമ്മൂക്ക പാടിയിട്ടുണ്ട്. പകൽ കിനാക്കൾ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് കൂടി മഞ്ജു ചേച്ചി ഈ കാസറ്റിന് വേണ്ടി പാടിയിട്ടുണ്ട്. കൊച്ചിൻ ഹനീഫയും ഒരു പാട്ട് ഇതിൽ പാടിയിട്ടുണ്ട്. മ്യൂസിക് കൊടുത്തവരുടെയും വരികൾ എഴുതിയവരുടെയും ലിസ്റ്റിൽ കൊച്ചിൻ ഹനീഫയുടെ പേരുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം പാടിയ പാട്ട് അദ്ദേഹം തന്നെ ആയിരിക്കും ട്യൂൺ ചെയ്തതും വരികൾ എഴുതിയതും. 2001 പുറത്തിറങ്ങിയ ഈസ്റ്റ് വെസ്റ്റ് വിജയന്റെ ഓർമ്മയ്ക്കായി എന്ന ആൽബത്തിന് വേണ്ടിയാണ് പിന്നീട് ലാലേട്ടൻ പാടുന്നത്. സുജാ ചേച്ചിയോടൊപ്പം പാടിയ ഈ പാട്ട് ആ കാലത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വരികൾക്ക് മ്യൂസിക് കൊടുത്തത് M ജയചന്ദ്രനാണ്. ഇനി വരുന്ന പാട്ടുകളെല്ലാം ഡിവോഷണൽ സോങ്സ് ആണ്. അതിലെ ആദ്യ ഗാനം MG ശ്രീകുമാർ മ്യൂസിക് കൊടുത്ത അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ എന്ന ആൽബത്തിന് വേണ്ടി പാടിയ പാട്ടാണ്. അമ്പലപ്പുഴ ഉണ്ണിക്കെന്തൊരു ചേലാണ്. കഥകളിയും ചാക്യാർ കൂത്തും അമ്പലപ്പുഴ ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രവും എല്ലാം വന്നു പോകുന്ന ഈ പാട്ട് ഡയറക്ട് ചെയ്തിരിക്കുന്ന പ്രിയദർശനാണ്. അഞ്ജനത്തിന് പൊട്ടു തൊടിച്ചത് പോലാണ്. രാജീവ് അലിംഗലിന്റേതാണ് വരികൾ. പറശ്ശിനിക്കടവ് മുത്തപ്പനെ കുറിച്ചുള്ള ഒരു പാട്ട് ലാലേട്ടൻ പാടിയിട്ടുണ്ട്. മുത്തപ്പദേവന്റെ നാമം ജപിച്ച ഖേദങ്ങളെല്ലാം പോയി. പയ്യന്നൂർ ഉണ്ണികൃഷ്ണന്റെ വരികൾക്ക് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കുറെ ഹിറ്റുകൾ നൽകിയിട്ടുള്ള രാജാമണിയാണ്. അടുത്ത 2 പാട്ടുകൾ അയ്യപ്പ ഭക്തി ഗാനങ്ങളാണ്. ആദ്യത്തേത് MG ശ്രീകുമാർ മ്യൂസിക് കൊടുത്തിട്ടുള്ള അയ്യപ്പത്തോം എന്ന കാസറ്റിന് വേണ്ടിയിട്ടുള്ള പാട്ടാണ്. അയ്യപ്പ പൊന്നണി കോവിലിൽ ആടിപ്പാടി വരുന്നുണ്ട്. രാജീവ് അലിംഗലിന്റേതാണ് വരികൾ. പഞ്ചഭൂത നായക കേട്ടുകൂട്ടു പോരണേ. അടുത്ത അയ്യപ്പ ഭക്തി ഗാനം കന്നിമല എന്ന കാസറ്റിന് വേണ്ടിയായിരുന്നു. ശബരിമല തിരുമുടിയിൽ മണ്ഡലം വന്നേ. വിദ്യാധരൻ മാഷായിരുന്നു ഇതിന് മ്യൂസിക് കൊടുത്തത്. ശരണഘോഷത്തിരയടങ്ങ ഉത്സവം വന്നേ. വരികൾ എഴുതിയിരിക്കുന്നത് ബിനു ശ്രീലകവും ഉണ്ണി ചെറുതുരുത്തിയും ചേർന്നാണ്. ഇനി വരുന്ന പാട്ടുകളെല്ലാം ലാലേട്ടൻ പാടിയ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ആണ്. അതിലെ ആദ്യ ഗാനം ക്രിസ്തുരാജ സ്തുതികൾ എന്ന ആൽബത്തിന് വേണ്ടി പാടിയതാണ്. വാഴ്ക 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 ക്രിസ്തുരാജ. വരികൾ എഴുതിയത് ജയശ്രീ വിധു ആയിരുന്നു. മ്യൂസിക് കൊടുത്തത് ആലപ്പി ബെന്നിയാണ്. കൊല്ലം യൂണിവേഴ്സ് തിയേറ്റേഴ്സിന്റെ കുഞ്ഞാലി വരയ്ക്കാർ ഉൾപ്പെടെയുള്ള നാടകങ്ങൾക്ക് MS ബാബുരാജിനൊപ്പം ഹാർമോണിയം വായിക്കുകയും പാടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. വാഴ്ക 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 സ്നേഹരാജ. ഇനി വരുന്ന 3 പാട്ടുകളും നിങ്ങൾക്ക് ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനൽ കാണാവുന്നതാണ്. ഈ 3 പാട്ടുകൾക്കും വരികൾ എഴുതിയിരിക്കുന്ന പ്രഭാവർമ്മയാണ്. ആദ്യത്തെ പാട്ടിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് അനൂപ് കോവളാണ്. ഇതിന്റെ വിഷ്വൽസ് ചെയ്തിരിക്കുന്നത് സംവിധായകൻ TK രാജീവ് കുമാറാണ്.
അടുത്തത് സ്റ്റീഫൻ ദേവസിയുടെ മ്യൂസിക്കിൽ വന്ന ഒരു പാട്ടാണ്. തിരുഹൃദയ തിരുനാളിൽ അവസാനത്തേത് 2024 പുറത്തിറങ്ങിയ ഒരു ക്രിസ്മസ് ഗാനമാണ്. വരവായി പുൽക്കൂടിൻ മടിയിൽ. ഇതിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കുറെ നൊസ്റ്റാൾജിയ സോങ്സ് തന്നിട്ടുള്ള ജെറി അമൽദേവ് സാറാണ്. TK രാജകുമാർ തന്നെയാണ് ഇതിന്റെ വിഷ്വൽസ് ഒരുക്കിയിരിക്കുന്നത്. ലാലേട്ടൻ സിനിമയിലല്ലാതെ പാടിയ പാട്ടുകളുടെ ലിസ്റ്റ് ഇവിടെ തീരാണ്. വിട്ടുപോയിട്ടുള്ള വല്ല പാട്ടുകളും ഉണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് പറയണം. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.